ശ്രീകൃഷ്ണദാസ് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കള്ളം പറയുന്നു ശ്രീകൃഷ്ണദാസ് താങ്കൾക്ക് ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതായത് ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി കിട്ടിയ ഒരു മറുപടിയാണ്. രാജ്യത്തെ 71 പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ VGF നൽകുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതിൽ ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു പഠിക്കുന്ന ഏക പദ്ധതി വിഴിഞ്ഞമാണ്. ആര് കൊടുത്ത മറുപടിയാണെന്നറിയാമോ? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ശ്രീ പങ്കജ് ചൗധരി ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയ മറുപടിയാണ്. രാജ്യങ്ങളുടെ അത് സംസ്ഥാനങ്ങളുടെ കണക്കുൾപ്പെടെയുണ്ട്. ഓരോ പദ്ധതികളുടെയും ഇനം തിരിച്ചുള്ളുണ്ട്. VGF എത്ര നൽകിയുന്നുണ്ട്. ഇത് കൃത്യമായ കണക്കാണ്. ശ്രീ എനിക്ക് പറയാനുള്ള അവസരം അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഇതാണ് കണക്കാണ്, കണക്കാണ് പറഞ്ഞത്. താങ്കൾ പറയൂ. എനിക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം കേൾക്കാനാണെങ്കിൽ എനിക്ക് ചർച്ചയ്ക്ക് അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് താങ്കളുടെ സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതാണ്. ധനമന്ത്രി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണിത്. അല്ല, എനിക്ക് പറയാനുള്ള സമയമുണ്ടെങ്കിൽ താങ്കൾ പറയൂ. ശരി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രോജക്ട് വിഴിഞ്ഞം പ്രോജക്ട് PPP ആയി നടപ്പാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കമ്പനിയും അദാനി പോർട്ടും ചേർന്നുകൊണ്ടാണ്. മറ്റുള്ള പോർട്ടുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോർട്ടുകളാണ്. അവിടുത്തെ VGFും ഇവിടുത്തെ VGFും നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തൂത്തുക്കുടിയിലെ VGFിനെ അവിടെ കൊടുക്കുന്നു, അത് ഗ്രാൻഡ് ആണ്. ഇവിടെ VGF കിട്ടുന്നത് ഗ്രാൻഡ് അല്ല എന്ന് പറയുന്നു. അങ്ങനെ പൊതുവല്ലാത്ത പ്രൈവറ്റ് പാർട്ണർഷിപ്പോട് കൂടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ എവിടെയാണ് അങ്ങനെ VGF? അല്ല കൃഷ്ണദാസ്, ഇതിനകത്ത് താങ്കൾക്ക് സംസാരിക്കാൻ അവസരം ഈ VGF എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും എടുത്ത് പോകേണ്ടി വരില്ലേ? എവിടെയാണ് VGF? പൊതു താല്പര്യത്തിനായി നീതീകരിക്കാൻ കഴിയുന്ന ഏത് പദ്ധതിക്കും VGF കൊടുക്കാം. ഇത് പൊതു താല്പര്യമല്ലേ, രാജ്യ താല്പര്യമല്ലേ? അതിന് VGF കൊടുക്കണ്ടേ, ഗ്രാൻഡായി നൽകണ്ടേ? അതിനെന്തിനാണ് ഈ തൊഴിലായം പറഞ്ഞത് ശ്രീകൃഷ്ണദാസ്? എനിക്ക് ബഹുമാനപ്പെട്ട സലാം പറഞ്ഞിട്ടുള്ള കള്ളത്തരത്തിനോട് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഏത് പോർട്ടിനാണ് PPP ആയി നടത്തുന്ന ഒരു പ്രോജക്റ്റിൽ, അതായത് പ്രൈവറ്റ് പാർട്ണർഷിപ്പോട് കൂടി നടത്തുന്ന ഒരു പ്രോജക്റ്റിൽ കേന്ദ്ര ഗവൺമെന്റ് VGF ഗ്രാൻഡായി നൽകിയിട്ടുള്ള ഒരു പോർട്ട് ചൂണ്ടിക്കാണിക്കേ? ഒരു പോർട്ട് നിരവധി പോർട്ടുകളുണ്ട് നിരവധി പോർട്ടുകളുണ്ട് ശ്രീകൃഷ്ണദാസ്. വായിക്കാം, താങ്കൾക്കത് ഒരു പക്ഷേ ഈ 71 പോർട്ടുകളുടെ 71 VGF നൽകുന്ന സ്ഥാപനങ്ങളുടെയും ആ പദ്ധതികളുടെയും പേരുകൾ വായിക്കാം. വായിച്ചുവിടാൻ സമയമുണ്ടോ താങ്കൾ കേൾക്കാൻ? ഏത് പോർട്ടിനാണ് അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കുന്നത്? ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്ക് അറിയാം ഇക്കാര്യത്തിൽ കേന്ദ്രം കാണിച്ചത് ശരിയല്ല. ഒരു ന്യായീകരണം, അതായത് ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്കറിയാം താങ്കളുടെ പ്രധാനമന്ത്രിയും താങ്കളുടെ കേന്ദ്ര സർക്കാരും കേരളത്തോട് കാണിക്കുന്ന അനീതിയാണെന്ന് താങ്കൾക്കറിയാം. ന്യായീകരിച്ച് വശം കെടുമ്പോൾ കേരളത്തോട് അല്പം താല്പര്യം വേണം. കള്ളത്തരം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള ഒരു എഗ്രിമെന്റുള്ള പോർട്ട് വേറെ ഏതിനാണ് VGF ഗ്രാൻഡായി നൽകിയിട്ടുള്ളത്? ഗുജറാത്തിലെ അദാനി പോർട്ട്. ശ്രീ കൃഷ്ണദാസ്, ഗുജറാത്തിലെ അദാനി പോർട്ട് താങ്കൾക്ക് പറയാൻ മറുപടി ഉണ്ടോ? എത്രയാണ് അതിന് കൊടുത്തിട്ടുള്ള ഗ്രാൻഡ്? അതിന്റെ കണക്കുകൾ എടുക്കാൻ അല്ല ശ്രീ കൃഷ്ണദാസ്, ഞാൻ പറയാം. അതെ, അത് തന്നെയാണ്. 71 പദ്ധതികളുടെ വിവരങ്ങൾ താങ്കൾക്ക് ഉൾപ്പെടെ കിട്ടിയാൽ, റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇവിടെ കൃഷ്ണദാസ്, ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ പ്രധാനമന്ത്രി അടക്കമെന്ന് പറഞ്ഞല്ലോ. ചെറിയ ചോദ്യമാണ് 75% പകൽ മറ്റു സ്ഥലങ്ങളിൽ നടന്നു. ഇവിടെ വിഴിഞ്ഞം വരുന്നതോട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത്? എന്താണ് കേരളത്തിൽ വിഴിഞ്ഞത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തത്? ആ ചോദ്യത്തിന് മറുപടി പറയൂ. എന്റെ ചോദ്യത്തിനല്ലല്ലോ നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനിയുമായി അതായത് കൃഷ്ണദാസ്, നമുക്കറിയാമല്ലോ എന്തിനാണ് കാട് കയറുന്നത്. PPP വികസനത്തിനായി PPP മോഡലുകൾ പല സ്ഥലത്തുമുണ്ട്. PPP ഉണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ VGF നൽകാറുണ്ട്. ഏത് പോർട്ടിനാണ് സ്വകാര്യ മേഖലയിൽ ഈ തരത്തിൽ ലാഭമുണ്ടാക്കുന്ന പോർട്ടിന് ഗ്രാന്റ് കൊടുത്തിട്ടുള്ള സലാമോ അങ്ങ് പറഞ്ഞാൽ മതി. അതായത് താങ്കൾ എത്ര രൂപ താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ്? ഏതെങ്കിലും പോർട്ടിന് കൊടുക്കുന്നുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, അദാനി പോർട്ടിന് എന്ന് പറയുമ്പോൾ പിന്നെ അതിന് കണക്കുകൾ എടുക്കാമല്ലോ. നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അദാനി പോർട്ടിന്
818 കോടി രൂപ 818 കോടി രൂപ VGF ആയി നൽകിയിട്ടുണ്ട്. ശ്രീ കൃഷ്ണദാസ് താങ്കൾ അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ കാടടച്ച് വെടിവെക്കേണ്ട, യാഥാർത്ഥ്യങ്ങൾ രാജ്യത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ച് ഇത് അങ്ങനെയാണ് എന്ന് പ്രചരിപ്പിച്ചാൽ അത് അങ്ങനെയാവില്ല. ഫ്ലെക്സ് ബോർഡ് ആരാണ് കൃഷ്ണദാസ് വെച്ചത്? ഫ്ലെക്സ് ബോർഡ് ആരാണ് വെച്ചത്? ഫ്ലെക്സ് ബോർഡ് ആരാണ് വെച്ചത്? ഫ്ലെക്സ് ബോർഡ് വെച്ചത് ആരാണ്? ഫ്ലെക്സ് ബോർഡ് വെച്ചതാണ്. നന്ദി മോദി ഫ്ലെക്സ് വെച്ചത് എന്തിനാണ്? ആരാണ് വെച്ചത്? ഇവിടെ കേരളത്തിലുള്ളവർ ചോദിക്കുക, ആർക്കാണ് നന്ദി പറയേണ്ടത്? ഇങ്ങനെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളം വളർത്തിയെടുക്കാൻ വേണ്ടി എവിടെയാണ് കേരളത്തെ സഹായിച്ചത്? വയനാട് ദുരന്ത സമയത്ത് പോലും നിങ്ങൾ 5 പൈസ തന്നോ? അതുവരെ നിങ്ങൾ അല്ല, ഒരുപക്ഷെ അല്ല ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. താങ്കൾക്ക് മറുപടി പറയാം. വലിയ വീമ്പിളക്കുകയാണ് കേരളത്തിന് എന്തോ തന്നു എന്നുള്ള തരത്തിൽ. എന്തിനാ വീമ്പിളക്കുന്നത്? ഉള്ള കാര്യമല്ലേ പറയുന്നത്. ആരാ വീമ്പിളക്കുന്നത്? അല്ല, ഉള്ള കാര്യമാണ് ജനത്തിന് അറിയാം. ഒന്നും തന്നില്ല എന്നുള്ള ജനത്തിന് അറിയാം. വിഴിഞ്ഞത്തിനൊന്നും തന്നില്ല, വയനാട്ടിലൊന്നും തന്നില്ല, ഉള്ള വായ്പ പിടിച്ചു വെക്കുന്നു. നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റ് കൊടുക്കുക. താങ്കൾക്ക് പറയാം. നിങ്ങൾ പറഞ്ഞാൽ മതി. കൃഷ്ണദാസ് നിങ്ങൾ ശാന്തമായിട്ടൊന്ന് കേൾക്കൂ. ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ ബഹളം കൂട്ടണ്ട. ഞങ്ങൾ ഡയറക്റ്റായി ചോദിക്കുകയാണ്, വിഴിഞ്ഞം പോർട്ട് എന്ന ഇന്ന് യാഥാർത്ഥ്യമായ പ്രൈം മിനിസ്റ്റർ കൂടി വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ പോർട്ടിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായ ഏത് പൈസ, എന്ത് സഹായം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഡയറക്റ്റ് ഉത്തരം പറയൂ. എന്ത് കൊടുത്തിട്ടുണ്ട്? എന്താണ്? ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. പറയൂ. ഇതിന്റെ ലാഭവിഹിതം കിട്ടുന്നത് എവിടെയാണ്? ഞാൻ ചോദിച്ച ഉത്തരം പറയൂ. ആർക്കാണ് കിട്ടുന്നത്? ഈ കമ്പനിയെ സംബന്ധിച്ച് എവിടെയാണ് അതിന്റെ ഷെയർ നടക്കുന്നത്? എവിടെയാണ് അതിന്റെ ബെനിഫിറ്റ് പോകുന്നത്? നിങ്ങൾ പറയുന്നത് മുതൽ മുടക്ക് ചെയ്യുന്ന ആളെ സംബന്ധിക്കുന്ന സംവിധാനത്തെ കുറിച്ചാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കമ്പനി അദാനിയുമായി ചേർന്നുകൊണ്ട് കരാറുണ്ടാക്കി പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് വരുന്ന VGF എന്ന് പറയുന്ന പണമല്ലാതെ വേറെ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അദാനിയുടെ സംസ്ഥാന സർക്കാർ താങ്കളുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുള്ളത്. എനിക്ക് സിമ്പിൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഉത്തരം പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങള് ഗവൺമെന്റിലേക്ക് 9% കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കിട്ടുന്ന പ്രോജക്റ്റ് ആണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? അതങ്ങ് ശ്രീ സലാമിന് അറിയില്ല ഡീറ്റെയിൽസ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എഗ്രിമെന്റിന്റെ ഭാഗമായി കിട്ടുന്ന പണം എത്രയാണ്, VGF എത്രയാണെന്ന്? 817.80 കോടി രൂപ എന്ന് പറഞ്ഞാൽ 9% തുക. അതങ്ങേക്ക് അറിയില്ലേ? അല്ല ശ്രീകൃഷ്ണ, ഞാനൊരു ആ സംസ്ഥാന ഗവൺമെന്റിന് എവിടെന്നാണ് തിരിച്ചു കിട്ടുന്നത്? ശ്രീ സലാം, സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിട്ടുള്ള പണം സംസ്ഥാന ഗവൺമെന്റിന് എവിടെന്നാണ് തിരിച്ചു കിട്ടുന്നത്? സലാം ഒന്ന് പറയോ? അല്ല ശ്രീകൃഷ്ണ, താങ്കൾ പറഞ്ഞല്ലോ. ശ്രീകൃഷ്ണ, ഞാനൊരു ചോദിക്കട്ടെ. നിങ്ങളുടെ സംഭാവന എന്താണ് ഈ സ്കീമിൽ? നിങ്ങൾക്ക് സംഭാവന എന്താണ്? നിങ്ങളുടെ സംഭാവന എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിട്ടുള്ള പണം നിങ്ങൾക്ക് ഈ പദ്ധതി എവിടെന്നാ തിരിച്ചു കിട്ടുന്നത്? പ്രോജക്ടിന്റെ എവിടെന്നാ തിരിച്ചു കിട്ടുന്നത്? അദാനി മുടക്കിയിട്ടുള്ള പണം അദ്ദേഹത്തിന് എവിടെന്നാ തിരിച്ചു കിട്ടുന്നത്? ആ കമ്പനി ശ്രീ കൃഷ്ണ, ഞാൻ ചോദിച്ചു. അല്ല കൃഷ്ണദാസ്, താങ്കൾ അല്ല ശ്രീ സലാം കൃഷ്ണദാസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ VGF ഗ്രാന്റ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണദാസ് VGF ഗ്രാന്റ് എന്ന് പറയുന്നത് സാധാരണഗതി 20% വരെയാണ് കൊടുക്കേണ്ടത്. 20%-ൽ നിങ്ങൾ ഈ 8000 കോടിയുടെ പദ്ധതിയിൽ 9% എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ന്യായമായും നിങ്ങൾ വായ്പയായിട്ട് നൽകിക്കോളൂ. 20% തരേണ്ടിയിരുന്നില്ലേ? 10%-ൽ താഴെ 9% മാത്രം നൽകിയിട്ട് വീണ്ടും വീമ്പളൊക്കെ നിങ്ങൾ വായ്പ എടുത്തോ? ഈ ഇടയ്ക്ക് ഇന്ന് ഞാനൊരു കാര്യം പറയാം. അതെ, എഗ്രിമെന്റ് കണ്ടിട്ടുണ്ടോ? ലാഭവിഹിതത്തെ സംബന്ധിക്കുന്ന എഗ്രിമെന്റ് കണ്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് അങ്ങ് കണ്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല, പണം കിട്ടുന്നില്ല,
ആ പണം കിട്ടാനുള്ള പദ്ധതിയെ കുറിച്ച് കൂടി പറയണ്ടേ? അതിന്റെ ലാഭവിഹിതം എവിടേക്കാണ് പോകുന്നത്? സംസ്ഥാന ഗവൺമെന്റ് മുടക്കുന്ന പണം സംസ്ഥാന ഗവൺമെന്റ് വെറുതെ മുടക്കുന്നതാണോ? സംസ്ഥാന ഗവൺമെന്റിന് പണം തിരിച്ചു കിട്ടുന്നതിനുള്ള മാർഗമാണ് അല്ല ലാഭവിഹിതം, അതിന്റെ ലാഭഷെയർ താങ്കൾ പറഞ്ഞു വരുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വിഴിഞ്ഞം പദ്ധതി മുടക്കുന്ന പണം അദ്ദേഹം വെറുതെ പണം മുടക്കുകയാണോ? ശ്രീ കൃഷ്ണദാസ്, താങ്കൾ വെറുതെ സംസാരിക്കേണ്ട. അതായത് താങ്കൾ പറഞ്ഞു കൊണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു അപരാധം സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. വലിയ കൊള്ളലാഭത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പദ്ധതിയാണിത്. ഇവിടെ കൃത്യമായി അതാണ് താങ്കളുടെ വാക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിഴിഞ്ഞം പദ്ധതി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ കള്ളപ്രചരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് ശ്രീകൃഷ്ണ സഹായിച്ചത്? എവിടെയാണ് സഹായിച്ചത്? നിങ്ങൾ വായ്പ തന്നിട്ട് 12,000 കോടി പോവുകയാണ്. പോവുകയാണ്. കൊടുത്തോ? ഈ സംസ്ഥാനത്തിന് ഒരു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. 65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേ വികസന പദ്ധതികൾ എല്ലാ കാര്യത്തിലും പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെന്റ് ആ ഗവൺമെന്റിനോട് പറയാണ് ഞങ്ങൾ 5,000 കോടി രൂപയുടെ സ്ഥലം എടുത്തു കൊടുത്തു എന്ന് പറയുന്ന പാർട്ടീസാണ് നിങ്ങൾ. നിങ്ങളോട് പിന്നെ ഇതിൽ കൂടുതലല്ലാതെ എന്താ പറയാ? ഇനി കേരള ഗവൺമെന്റ് ശരി എന്താ കേരളം ഏത് സംസ്ഥാനത്തു നിന്നാണ് നിങ്ങൾ സ്ഥലത്തിന് വില വാങ്ങിച്ചത്? നാഷണൽ ഹൈവേ ഇന്ത്യ സർക്കാരിന്റെ കയ്യിലുള്ളതാണ്. നാഷണൽ ഹൈവേ കേരളമല്ലാതെ ഏത് സംസ്ഥാനത്തു നിന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഹൈവേ നിർമ്മാണത്തിന് പൈസ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനല്ല, എവിടുന്ന് നിങ്ങൾ വാങ്ങിച്ചത്? കേരളത്തിന് പുറത്ത് ഏത് സംസ്ഥാനത്തു നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്? അത് തുറന്നു പറയേ. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് എവിടെന്നെങ്കിലും നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? കേരളത്തോടല്ലാതെ കേരളത്തോടല്ലാതെ ഇവരെ എവിടെ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഈ വിഴിഞ്ഞം തുറമുഖവുമായി സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. ദേശീയപാത വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഭാവിയിൽ ഉണ്ടാകുന്നതാണോ? ഏതെങ്കിലും ഒരു പണം തിരിച്ചു കിട്ടാത്ത പണമായി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? താങ്കൾ കൃഷ്ണദാസ് വെറുതെ മുടക്കിയ പണമാണോ? വെടിവെക്കുന്ന പോലെ ഇരുന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. 5,000 കോടി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ഇതിന്റെ വിഴിഞ്ഞം പോർട്ടിന്റെ എഗ്രിമെന്റ് പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് വെറുതെ കൊടുക്കുന്ന പണമാണോ സംസ്ഥാന ഗവൺമെന്റ്? അതോ സംസ്ഥാന ഗവൺമെന്റിന് ആ കമ്പനിയുടെ എഗ്രിമെന്റ് പ്രകാരം അതിന് ലാഭവിഹിതം കിട്ടുന്നതാണോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് മുടക്കുന്ന മുതൽ മുടക്ക് തിരിച്ചു കിട്ടാനുള്ള വ്യവസ്ഥ എഗ്രിമെന്റിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി അതല്ല, ഈ സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായും അതിനുവേണ്ടി മുടക്കുന്നതാണ് എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പണം തിരിച്ചു കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, ലാഭവിഹിതം കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ലാഭവിഹിതം കിട്ടുന്ന കമ്പനിയല്ലേ അത്? അങ്ങനെ ലാഭവിഹിതം കിട്ടുന്ന കമ്പനിയെ കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് താങ്കളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വന്നത്? കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയാണ് കേരളം നിലകൊണ്ടതെങ്കിൽ എന്തിനാണ് നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് വന്നത്? അങ്ങനെ തന്നെയാണ് ശ്രീ സജു. ലാഭവിഹിതം കിട്ടുന്നതിലൂടെ പണം തിരിച്ചു പിടിക്കുക എന്നുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. തെറ്റുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് അതൊരു കമ്പനി എന്നുള്ള ലാഭവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ലാഭവിഹിതം ഷെയർ അങ്ങനെ തന്നെയല്ലേ വരുന്നത്? സമാനമായിട്ടുള്ള നിലപാടുകളല്ലേ സ്വീകരിക്കുന്ന ഒരു പദ്ധതി വരുമ്പോൾ, APP മോഡൽ പ്രോജക്ട് വരുമ്പോൾ